സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 20:1 തിരുവചനം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 20 സങ്കീർത്തനം 1 തിരുവചനത്തിൽ 2 പ്രധാന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒന്നാമതായി കഷ്ടകാലത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യജീവിതത്തിലെ 2 കാലങ്ങളാണ് സുഖകാലവും കഷ്ടകാലവും. സുഖകാലം നമുക്കെല്ലാവർക്കും സന്തോഷകരമാണ്, സമാധാനമാണ്, നിർഭയവാസമാണ്. എന്നാൽ കഷ്ടകാലം ഇത് നാം ആഗ്രഹിക്കാത്ത ഒരു കാലമാണ്. എന്നാൽ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ തള്ളിക്കളയാനാകില്ല. സുഖകാലം നാം കഴിക്കും പോലെ കഷ്ടകാലവും നാം അതിജീവിക്കണം. ഈ കഷ്ടകാലത്തിലാണ് നമുക്ക് ദൈവത്തിൻ്റെ സഹായം അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. സുഖകാലത്ത് ദൈവത്തിൻ്റെ സഹായം അത്യാവശ്യമില്ല എന്നല്ല അതിനർത്ഥം. പ്രത്യുത കഷ്ടകാലത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ കൈത്താങ്ങലും സഹായവും ശക്തിയും മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹങ്ങളും അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ കഷ്ടകാലത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം കാണാം. അത് പ്രാർത്ഥനയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവ അഥവാ സൃഷ്ടാവായ ദൈവം കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ എന്നാണ്. ഉത്തരം ലഭിക്കുവാൻ കഷ്ടകാലത്തിലായിരിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ വചനത്തിൽ കാണാം നമുക്ക്. അത് പ്രാർത്ഥിക്കണമെന്നാണ്. പ്രാർത്ഥിക്കുന്നവർക്കാണല്ലോ ഉത്തരമുള്ളത്. ഒരു ചോദ്യമുണ്ടെങ്കിലാണല്ലോ ഒരു ഉത്തരമുള്ളത്. കഷ്ടകാലത്തിൽ യഹോവ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ എന്ന ആ കാര്യത്തിൽ കഷ്ടകാലത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നാം കഷ്ടകാലത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് ഉത്തരം നൽകുവാനിടയാകും. അനേകർ കഷ്ടത്തിലാണ്, പക്ഷേ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അവർക്ക് ഉത്തരം ലഭിക്കുന്നില്ല. ആ കഷ്ടകാലം അതിജീവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ആ കഷ്ടത്തിൽ അവർ ജീവിതത്തിൽ നിന്ന് തന്നെ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. പകരം ചെയ്യേണ്ടത് സൃഷ്ടാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമതായി ഈ വചനത്തിൽ പറയുന്ന മറ്റൊരു സത്യം യാക്കോബിൻ്റെ ദൈവത്തെക്കുറിച്ചാണ്. ആരാണ് യാക്കോബ്? അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനാണ് യാക്കോബ്. ഈ യാക്കോബ് ഒരു നല്ല മനുഷ്യനായിരുന്നില്ല. ഈ മനുഷ്യൻ പാപിയായ ഒരു മനുഷ്യനായിരുന്നു. സ്വന്തം പിതാവിനെ ചതിച്ചവൻ, വഞ്ചിച്ചവൻ, പറ്റിച്ചവൻ, സ്വന്തം സഹോദരന് ലഭിക്കുവാനുള്ള അവകാശങ്ങളും നന്മകളും തട്ടിയെടുത്തവൻ. ഇങ്ങനെ പാപത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് യാക്കോബ്. എന്നാൽ യാക്കോബിൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും യാക്കോബിൻ്റെ ഉള്ളിൽ ഒരു ദൈവസ്നേഹമുണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. അഥവാ
എവിടെ കടന്നു പോയാലും അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവനെ സ്നേഹിച്ചു. ദൈവം അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. യാക്കോബ് എന്ന പേര് മാറ്റി അവനെ ഇസ്രായേൽ എന്ന് ആശീർവദിച്ചു. ഇവിടെ നമുക്ക് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നാം കേട്ടത് കഷ്ടകാലത്തിൽ നാം പ്രാർത്ഥിക്കണമെന്നാണ്. യാക്കോബിനെ പോലെ നാം പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഒരുപക്ഷെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും രൂപാന്തരപ്പെടുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്താൽ യാക്കോബിനെ ഇസ്രായേലാക്കിയ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയാവും. ആമേൻ.